ഹായ് ഓൾ ഫ്രണ്ട്സ്, വെൽക്കം ടു MTM പൊളിറ്റിക്കൽ ടോക്ക്. നമ്മുടെ അയൽപക്ക രാജ്യമായ ബംഗ്ലാദേശ് കുറച്ചു കാലങ്ങളായി അസ്വസ്ഥതകളിലൂടെ കടന്നു പോകുകയായിരുന്നു. ഏതായാലും ഇപ്പോൾ അവരുടെ പൊതു തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. അവിടുത്തെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി BNP വൻ ഭൂരിപക്ഷത്തിൽ എത്തിയെന്നാണ് അറിയാൻ കഴിയുന്നത്. ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി BNP 12-ാം തീയതിയായിരുന്നു തിരഞ്ഞെടുപ്പ്. നമ്മുടെ ഏകദേശം 4000-ഓളം കിലോമീറ്റർ അതിർത്തി പങ്കിടുന്ന നമ്മൾ തന്നെ രൂപം കൊടുത്ത ഒരു രാജ്യമാണ്. അപ്പോൾ അവിടെ ശാന്തിയും സമാധാനവും ഒക്കെ പുലരേണ്ടത് നമ്മുടെയും കൂടി ആവശ്യമാണ്. അപ്പോൾ നമ്മുടെ അയൽപക്കത്ത് ഇനി മുതൽ അങ്ങോട്ട് സമാധാനം പുനഃസ്ഥാപിക്കാൻ കഴിയും എന്ന് തന്നെയാണ് നമ്മുടെ ലോകരാഷ്ട്രീയം നിരീക്ഷിക്കുന്ന നിരീക്ഷകരൊക്കെ പറയുന്നു. നമ്മുടെ പ്രധാനമന്ത്രി തിരഞ്ഞെടുക്കപ്പെട്ട മുന്നിൽ നിൽക്കുന്ന കക്ഷിക്ക് അതിന്റെ നേതാവിന് അഭിനന്ദനം അറിയിക്കുന്നതും ഒക്കെ നമ്മൾ വാർത്തകളിൽ കണ്ടു. ഇദ്ദേഹം മുൻ പ്രധാനമന്ത്രി കാലിദാസിയുടെ മകനാണ്. താരിഖ് സിയ റഹ്മാൻ ആണ് ഈ BNPയുടെ നേതാവ്. അദ്ദേഹം നീണ്ടകാലം പ്രവാസത്തിലായിരുന്നു. അവിടെ നിന്ന് തിരിച്ചു വന്നതിന് ശേഷമാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലും വിജയം കരസ്ഥമാക്കിയത്. ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ കക്ഷി എന്ന് പറഞ്ഞാൽ ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിയാണ്. അവർ ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ പ്രവാസത്തിലാണല്ലോ. അവരുടെ പാർട്ടി ഈ ഇലക്ഷനിൽ മത്സരിച്ചിട്ടില്ല. പിന്നെ മത്സരിച്ചത് ജമാഅത്ത് ഇസ്ലാമിയുമായി കൂട്ടുകൂടിയ ഒരു മുന്നണി, പിന്നെ BNPയുമാണ് ഇപ്പോൾ മത്സര രംഗത്തുണ്ടായിരുന്നത്. ഇതിൽ BNPക്ക് തന്നെ ജയം കിട്ടിയത് ഒരു നല്ല കാര്യമാണ് എന്നാണ് ഇപ്പോൾ ലോകരാഷ്ട്രീയം നിരീക്ഷിക്കുന്ന നിരീക്ഷകരുടെ ഒക്കെ കാഴ്ചപ്പാട്. ഏകദേശം 17 വർഷത്തോളം ഇദ്ദേഹം ഈ BNPയുടെ നേതാവ് കാലിദാസിയുടെ മകൻ ഇദ്ദേഹം UK പ്രവാസത്തിലായിരുന്നു. ഏതായാലും ഈ പാർട്ടി ആണ് ഭൂരിപക്ഷ മുന്നിൽ നിൽക്കുന്നത്. ഇവർ തന്നെയാണ് അധികാരത്തിലെത്തുവാൻ സാധ്യത എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അയൽപക്കത്ത് ഒരു സമാധാന അന്തരീക്ഷം നിലനിൽക്കുക എന്നത് നമ്മുടെയും ഒരു പ്രതീക്ഷയാണല്ലോ. പക്ഷെ ഇദ്ദേഹത്തിന്റെ മുന്നിൽ ഒരുപാട് പ്രതിസന്ധികളുണ്ട്. അവിടുത്തെ ഭരണ തകർച്ചയും ഒക്കെ തകർന്ന് തരിപ്പണമായ ഒരു സാമ്പത്തിക വ്യവസ്ഥയാണ് ഇപ്പോൾ അവിടെ നിലനിൽക്കുന്നത്. പിന്നെ അതിന്റെ പുറമെ തീവ്ര സ്വഭാവമുള്ള ഗ്രൂപ്പുകളുടെ ശക്തിപ്പെടൽ, അയൽ രാജ്യങ്ങളുമായി ബന്ധം മെച്ചപ്പെടുത്തൽ, ഇതൊക്കെ ഇദ്ദേഹത്തിന്റെ മുന്നിലുള്ള വലിയൊരു ഇഷ്യൂകളാണ്. രോഹിംഗ്യൻ പ്രശ്നം, അതും ഒരു വലിയ ഇഷ്യൂ തന്നെയാണ്. ആഭ്യന്തര പ്രശ്നങ്ങളാണെങ്കിൽ പിന്നെ പറയേണ്ടതില്ല. അത്രയധികം ആഭ്യന്തര പ്രശ്നങ്ങൾ ഇപ്പോൾ അവിടെ നിലനിൽക്കുകയാണ്. പക്ഷെ അദ്ദേഹം പ്രതീക്ഷയിലാണ്. അതാണ് അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിൽ നിന്നൊക്കെ നമുക്ക് വ്യക്തമാകുന്നത്. നമ്മളുമായി ഏകദേശം നേരത്തെ സൂചിപ്പിച്ചത് 4000 കിലോമീറ്റർ അതിർത്തി പങ്കിടുന്ന ഒരു അയൽ രാജ്യമാണ്. അവിടെ ശാന്തത സമാധാനം ഒക്കെ പുലരേണ്ടത് നമ്മുടെ ആവശ്യവുമാണ്. അപ്പോൾ അത്തരം ഒരു കക്ഷി അവിടെ അധികാരത്തിലെത്തേണ്ടത് അയൽപക്കമായ നമ്മുടെയും ആവശ്യമാണ്. അത് തന്നെയാണ് ഇപ്പോൾ അവിടെ സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പ്രധാനമന്ത്രി തീർച്ചയായും പ്രതീക്ഷയിൽ നല്ല ഒരു അഭിനന്ദനങ്ങൾ അതിന് നൽകിയതും തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകൾക്ക് അഭിനന്ദനങ്ങൾ എന്നാണ് നമ്മുടെ പ്രധാനമന്ത്രി ട്വിറ്ററിൽ കുറിച്ചത്. ഇതിനിടയ്ക്ക് ഇടക്കാല സർക്കാർ ജൂലൈയിൽ നാഷണൽ ചാർട്ടർ എന്നൊരു ബില്ല് കൊണ്ടുവന്നിരുന്നു. ഈ ബില്ലിൽ ഒരാൾക്ക് 2 പ്രാവശ്യത്തിൽ കൂടുതൽ പ്രധാനമന്ത്രി പദം അലങ്കരിക്കാൻ കഴിയില്ല ഒരു വ്യക്തിക്ക്. അത് അതിലൊരു പ്രധാന വ്യവസ്ഥയാണ്. പിന്നെ ഇത് ഇപ്പോൾ ഇടക്കാല സർക്കാർ കൊണ്ടുവന്ന ഒരു പ്രധാന വ്യവസ്ഥയാണ്. ഇത് ഏകാധിപത്യത്തിൽ നിന്ന് ആ രാജ്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രധാന ബില്ലാണ്. കാരണം ഇനിയും ആ രാജ്യം അന്ന് ഇടക്കാല സർക്കാർ ഭരിക്കുമ്പോൾ വീണ്ടും ഒരു പ്രതീക്ഷയിലാണല്ലോ ജനങ്ങൾ. ഇനി വരാൻ പോകുന്ന ഇലക്ഷനിൽ നല്ല ഒരു ഭരണം വരട്ടെ, സമാധാനം പുലരട്ടെ എന്നുള്ളത്. വീണ്ടും അത് ഏകാധിപത്യത്തിലേക്ക് പോവാതിരിക്കുന്നതിന് വേണ്ടിയാണ് അവർ ഈ ബില്ല് കൊണ്ടുവന്നത്, ജൂലൈ നാഷണൽ ചാർട്ടർ എന്ന് പറഞ്ഞു. ഈ ബില്ലില് പ്രധാന വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ഏകാധിപത്യത്തിലേക്ക് പോവാതിരിക്കുന്നതിന് വേണ്ടി പ്രധാനമന്ത്രിക്ക് കൂടുതൽ അധികാരങ്ങൾ നൽകുന്ന ഒരു വ്യവസ്ഥയാണ് അതിലുണ്ടായിരുന്നത്.
അത് പക്ഷെ പ്രധാനമന്ത്രിക്ക് കൂടുതൽ അധികാരം കിട്ടുന്നുണ്ട് എങ്കിലും പ്രധാനമന്ത്രിയെ നിയന്ത്രിക്കാൻ ഒരു ഉപരിസഭക്ക് സാധിക്കും. അന്തിമ തീരുമാനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. പ്രധാനമന്ത്രി ഒരു വിശ്വാസത്തോടു കൂടി മാത്രമേ അതിനെ ആ ഉപരിസഭയെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് മാത്രമാണ് ആ ബില്ലുമായി ഏതെങ്കിലും ഒരു ബില്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തീരുമാനവുമായി മുന്നോട്ട് പോകുമ്പോൾ ഉപരിസഭയെ വിശ്വാസത്തിലെടുത്ത് മാത്രമാണ് പ്രധാനമന്ത്രിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ പ്രധാനമന്ത്രിയെ നിയന്ത്രിക്കുവാൻ ഉപരിസഭക്ക് സാധിക്കും. ഒരു ഉപരിസഭ ഈ പ്രധാനമന്ത്രിയുടെ നമ്മുടെ മന്ത്രിസഭ ഒരു ഉപസമിതി എന്നൊക്കെ പോലെ തന്നെ ഒരു ഉപസമിതി ഇതിനുണ്ടായിരിക്കും. ആ ഉപസമിതി എന്ന് പറഞ്ഞാൽ പവർഫുൾ ആണ്. ഈ ബില്ലിലെ വ്യവസ്ഥ അങ്ങനെയാണ്. അപ്പൊ ആ പവർഫുള്ളായ ഉപസമിതി പ്രധാനമന്ത്രിയെ നിയന്ത്രിക്കാൻ അവർക്ക് സാധിക്കും. അതാണ് ആ ബില്ലിലെ ഒരു പ്രധാന വ്യവസ്ഥ. ജൂലൈ നാഷണൽ ചാർട്ടർ എന്ന ബില്ലില് അത് ഏകാധിപത്യത്തിലേക്ക് രാജ്യത്തെ പോവാതിരിക്കുന്നതിന് വേണ്ടി അവിടുത്തെ ഈ ഇടക്കാല സർക്കാർ കൊണ്ടുവന്ന ഒരു പ്രധാനപ്പെട്ട ബില്ലാണത്. 2 തവണയിൽ കൂടുതൽ പ്രധാനമന്ത്രി പദം ഒരാൾക്ക് അലങ്കരിക്കാൻ സാധിക്കില്ല എന്നതും ആ ബില്ലിലെ ഒരു പ്രധാന വ്യവസ്ഥയാണ്. ഏതായാലും ഈ BNPയുടെ വിജയത്തോടു കൂടി ബംഗ്ലാദേശിൽ ഒരു സ്ഥിരതയുള്ള സർക്കാർ വരും എന്ന് തന്നെയാണ് ഇപ്പോൾ ലോകരാഷ്ട്രീയം നിരീക്ഷിക്കുന്നവരൊക്കെ വിലയിരുത്തുന്നത്. ഒരു സമാധാന അന്തരീക്ഷം അവിടെ നിലനിൽക്കും, ഒരു സമാധാനം അവിടെ തുടരും എന്നൊക്കെ തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഒരുപാട് പ്രതിസന്ധികളുള്ള ഒരു രാജ്യമാണത്. ഒരുപാട് പ്രക്ഷോഭങ്ങളും അതൊക്കെ കഴിഞ്ഞ് അതിനെയൊക്കെ അതിജീവിച്ച് വന്ന ഈ രാജ്യത്ത് ഒരുപാട് നല്ല ഭരണം കാഴ്ചവെക്കുന്നതിന് വേണ്ടി ഒരുപാട് പരിമിതികളുള്ള ഒരു രാജ്യമാണ്. കാരണം അത്രയും കാര്യങ്ങൾ അവിടെ ചെയ്തു തീർക്കാനുണ്ട്. അപ്പൊ വരുന്ന സർക്കാരുകൾക്ക് ഒരുപാട് കാര്യങ്ങളെ അഭിമുഖീകരിക്കേണ്ടതുണ്ട്. അപ്പോൾ തന്നെ ഒരു നല്ല അയൽപക്കങ്ങളൊക്കെ നല്ലൊരു ബന്ധം ആ സർക്കാരിന് സ്ഥാപിക്കേണ്ടതുണ്ട്. എന്നാലാണ് അവരെ കാര്യങ്ങളുമായി അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഏതായാലും നമ്മുടെ അയൽപക്കത്ത് ഒരു സമാധാന അന്തരീക്ഷം പുലരും എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുക. അങ്ങനെ പുലരട്ടെ. നമ്മുടെ അയൽ രാജ്യമായ അവിടെ ബംഗ്ലാദേശിൽ ഒരു സമാധാന അന്തരീക്ഷം നിലനിന്നാൽ നമുക്കും അതിന്റെ ഗുണം തന്നെയാണ്. അപ്പോൾ ഇതാണ് ഈ BNPയുടെ വിജയം, ബംഗ്ലാദേശിന്റെ വിജയവുമായി ലോകരാഷ്ട്രീയം നിരീക്ഷിക്കുന്നവരൊക്കെ അഭിപ്രായപ്പെടുന്നത്. സമാധാന അന്തരീക്ഷം അവിടെ വരാൻ പോകുന്നു എന്ന് തന്നെയാണ് ഈ ലോക രാഷ്ട്രീയ നിരീക്ഷകരുടെ ഒക്കെ അഭിപ്രായം. ഏതായാലും സമാധാന അന്തരീക്ഷം അവിടെ പുലരട്ടെ എന്ന് നമുക്കും പ്രത്യാശ പ്രകടിപ്പിക്കാം. ഏതായാലും ഈ വീഡിയോ മുഴുവനായും വീക്ഷിച്ച താങ്കൾക്ക് നന്ദി. താങ്കൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അഭിപ്രായ നിർദ്ദേശങ്ങൾ അതെന്താണെങ്കിലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും ലൈക്ക് ചെയ്യാനും ഉറപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.